വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് എണീക്കാനൊക്കെ നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ മോളാണ് ഫുള്ള് ഹെൽപ്പ് ചെയ്തതും ഒക്കെ ആൾ തന്നെ. പിന്നെ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ ടെൻഷനില്ല കേട്ടോ. ഇന്ന് പുട്ടൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ചായ എന്നും ഞാൻ പാൽ തന്നെയാണ് കുടിക്കൽ. ഇന്ന് എന്തോ നല്ല തലവേദന ആയതുകൊണ്ട് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിചാരിച്ച്. പുട്ടിന് ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ മെനു ആയിട്ടുള്ളത്. അങ്ങനെ ചായയൊക്കെ പറന്ന് പുട്ടും ചിക്കൻ കറിയും എടുത്ത് മോൾക്ക് ഞാൻ കഴിക്കുന്നതിനെക്കാട്ടിയും പാടാണ് ഇവളൊന്ന് കഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ, കൂടെ അവളും പോയിട്ടോ. പിന്നെ എനിക്കുള്ള മെഡിസിൻസൊക്കെ കഴിച്ച് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ഞാൻ പേപ്പർ കത്തിച്ചിട്ടാണ് കേട്ടോ സാധാരണ കുക്ക് ചെയ്യാറ്. കാരണം എനിക്ക് തീപ്പെട്ടീൻ്റെ സ്മെല്ല് അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിച്ച് കുറേ പാത്രങ്ങൾ അവൾ രാവിലെ തന്നെ ഒക്കെ കഴുകി വെച്ചുകൊണ്ട് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കഴുകി വെച്ച് പിന്നെ കുറേ പേരായിട്ട് ചോദിച്ച് എന്താ കാലിന് പറ്റിയത് എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ സ്റ്റെപ്പുമൊന്ന് സ്ലിപ്പായിട്ട് വീണതാണ്. ഞാൻ മോളും കൂടി ചേർന്നിട്ടൊന്ന് സ്ലിപ്പായി വീണത്. അവൾക്കൊന്നും പറ്റിയില്ല, എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉപ്പ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഈ ഒരു മരുന്ന് കൊടുക്കുന്നത് ഇത് വേദനയ്ക്ക് തേക്കുന്നൊരു മരുന്നാണ്. അത് അവിടെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുത്തെ നീരൊക്കെ വലിച്ചെടുക്കും. നമ്മൾ എവിടെയാണ് സ്ലിപ്പായി വീണ് അവിടെ തേച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നീരൊക്കെ വലിച്ചെടുക്കുന്ന ഒരു മരുന്നാണ്. പിന്നെ ഞാനിപ്പോൾ വേഗം പോയി. പിന്നെ ഞാൻ വേഗം കറികൾക്കൊക്കെ എല്ലാവരും പരിപാടികളൊക്കെ നോക്കി. ഞാനിങ്ങനെയാണ് കേട്ടോ കറിയൊക്കെ. ചില ആൾക്കാർ പരിപ്പും വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ വെക്കും. ഞാനിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടൊരു 2 വിസിലടുപ്പിക്കുന്ന അങ്ങനെയാണ് ചെയ്യാറ്. ഏറ്റവും എളുപ്പപ്പണിയാണ് നോക്കുന്നത്. ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ചൊരു ചെരുപ്പാണ് കേട്ടോ. നമ്മൾ ഈ കിച്ചണിലൊക്കെ ഒരുപാട് നേരം നിൽക്കുന്ന ചില ആൾക്കാർ ഹോസ്പിറ്റൽസിലും ഒക്കെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്ന സമയത്ത് നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് നല്ലൊരു പെയിൻ വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു ചപ്പലാണ്. ഇത് അഫോർഡബിൾ റേറ്റുള്ളൂ. അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചു എന്തിനാ ഇത്ര അരിയൊക്കെ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആരും വീഡിയോയിൽ എന്താ വരാത്തതെന്നും ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ടൈം ആകുമ്പോൾ ഒരു വരുവിക്കാരം വിചാരിക്കുന്നുണ്ട്. പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ടു. കുറേ പേര് ഇങ്ങനെയും ചോദിക്കുന്നുണ്ട്, അരി ഇട്ട് പാടും അങ്ങനെ മൂടി വെക്കുകയാണോ ചെയ്യുക, ഇളക്കത്തൊന്നുമില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, ഇളക്കമൊക്കെ ചെയ്യും. കാരണം നമ്മൾ 1 മിനിറ്റിൻ്റെ വീഡിയോ ആക്കുകയാണല്ലോ, അതാണതങ്ങനെ. പിന്നെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ ഞാൻ വേഗം കഴുകിയൊക്കെ നോക്കലുണ്ട് കേട്ടോ. കാരണം പിന്നെ അത് കുന്നുകൂടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാവും. പിന്നെ ഉപ്പ വന്നപ്പോൾ മീൻ കൊടുന്നിരുന്നു. എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് അതൊക്കെ കഴുകി നല്ല ചതക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ വരുന്നൊരു കമൻറ്റാണ് എപ്പോഴും മീൻ മേടിക്കുമോ, എന്നും മീൻ തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു കമൻറ്റ്. അങ്ങനെയൊന്നുമില്ല, മീനാണ് മക്കൾ കൂടുതൽ കഴിക്കുക. അപ്പം അങ്ങനെ മീനാണ് അധികം മേടിക്കുക. അതുകൊണ്ടാണ് കേട്ടോ. വേറെ എന്നും എല്ലാ ഡിഷസും ഉണ്ടാവും, പക്ഷെ എന്നാലും മീനാണ് കുറച്ച് എക്സ്ട്രാ ഓവറായിട്ട് മേടിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് മീനാണ്. പിന്നെ അരപ്പൊക്കെ ഉണ്ടാക്കി മസാലയൊക്കെ തേച്ച് മീൻ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ നമുക്ക് വയ്യാന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുപ്പ് കേൾക്കാറ് കേട്ടോ. കാരണം അന്ന് അടുപ്പ് കത്തുകയല്ല. പിന്നെ മീനൊക്കെ ഇതാക്കി ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കറിക്ക് വേണ്ട തേങ്ങ പൊട്ടിച്ചപ്പോഴാണ് തേങ്ങ നാശാവാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നു. പിന്നെ വേറെ തേങ്ങ പൊട്ടിച്ച് ഇവിടെ കുറച്ച് ചെറിയ ജീരകം ഇടുള്ളൂ. അതിൻ്റെ ചൊയ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ചെറിയ ജീരകം ഇടുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വറവിടാറ്. കടുവും കരിവേപ്പിലയും വെളുത്തുള്ളിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് മുളകും പൊടി ഇടും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വറവിടും. അതാകുമ്പോൾ നമ്മൾ കറീൻ്റെ ആ യെല്ലോ കളർ മാറിയിട്ടൊരു റെഡ് കളറിലേക്കാണ്. എനിക്ക് പേഴ്സണലി ഒന്നുകൂടി അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനൊരു രസമാണ് നമ്മൾ ആ ഒരു റെഡ് കളറ് കാണുമ്പോൾ. പിന്നെ ഞാൻ ചോറൊക്കെ എങ്ങനെയോ ആണ് വാർത്തത്. കാരണം എനിക്ക് വെയിറ്റ് പൊന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് ചോദിച്ചു നോക്കി, എടി വരാനായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലടി എത്താനാവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ വേവ് കൂടണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ വാർത്ത്. പിന്നെ ആ ഒഴിഞ്ഞടുപ്പത്ത് തന്നെ വേഗം മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ച് മീൻ പൊരിച്ച് മീൻ ഏകദേശം ഒന്ന് സെറ്റാകുമ്പോഴത്തേന് അവളെത്തി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവൾ തന്നെ ചെയ്ത്. പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ ക്ലീൻ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോറൊക്കെ തിന്ന് നേരെ പോയി. അപ്പോഴത്തേനും കാലൊക്കെ ഏകദേശം നല്ല ഒരു നീര് വന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ചാനൽ ഇഷ്ടമായിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.